എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ ജസ്ന സലീം അവരുണ്ടാക്കിയ ഒരു വിവാദം, അത് വിവാദം എന്നല്ല പറയേണ്ട, പിതൃശൂന്യത, അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടതാണ്. ഒരു പെൺകുട്ടിക്കെതിരെ അത് അവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഒരു വീഡിയോ അവരുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള അവരുടെ കാര്യങ്ങളല്ല ഞാൻ പറയാൻ വരുന്നത്. എനിക്ക് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തോടാണ് പറയാനുള്ളത്. ഇനിയും ജസ്നയെ പോലെയുള്ള ഇത്തരം ഉടായ്പകളെ നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്തപ്പോൾ അവർ കോമൺ ആയിട്ട് ഒരു ചിത്രമേ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റേതായിട്ട് വരയ്ക്കുന്നുള്ളൂ. ആ ഒരു ചിത്രം മാത്രമേ അവർക്ക് വരയ്ക്കാൻ അറിയത്തുള്ളൂ. അത് അല്ലാതെ അവർ മറ്റൊരു കൃഷ്ണൻ്റെ ചിത്രവും വരച്ച് ഞാൻ കണ്ടിട്ടുമില്ല. അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇവർക്ക് ആ ഒരു ചിത്രം മാത്രം വരയ്ക്കാൻ വേണ്ടി കൃത്യമായ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് എവിടെ നിന്നെങ്കിലും ലഭിച്ചിട്ടുണ്ടായിരിക്കണം. അത് മുതലാക്കിക്കൊണ്ട് മാത്രമാണ് ഹിന്ദു വിശ്വാസികളെ, അതായത് ശ്രീകൃഷ്ണ ഭക്തരെ ഇവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ശരിക്കും ഒരു കൃഷ്ണഭക്തയോ ഒന്നും ആയിരിക്കില്ല, അതൊന്നും എനിക്കറിയത്തില്ല. അവർ നിലവിൽ ഇസ്ലാം മതം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം, ഇവർ കംപ്ലീറ്റ് ഉടായ്പാണ്. ഈ ഉടായ്പിനെ കുറിച്ച് ABC മലയാളം പോലെയുള്ള ചാനലുകൾ ഓൾറെഡി ന്യൂസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരൊരു ഹണി ട്രാപ്പുകാരിയാണ്. നിരവധി ആൺകുട്ടികളെ ഇവർ ഹണി ട്രാപ്പിൽ കുടുക്കി പലർക്കെതിരെ പീഡന കേസുകൾ പോലും നൽകിയിട്ടുണ്ട്. അതിലൊരു കേസിൽ ഇവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവൾ എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പോലും ഇവരെ ആട്ടി ഓടിച്ചതാണ്. അങ്ങനെയുള്ള സാധനമാണ് കവട കൃഷ്ണഭക്തിയുമായിട്ട് ഗുരുവായൂർ അമ്പലനടിയിലേക്ക് എത്തുന്നത്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇനിയും ചുമന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ിലുള്ള സാധാരണക്കാരൻ്റെ വിശ്വാസമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു സാധാരണക്കാരി ഒരു പെൺകുട്ടി ഇവരുടെ തട്ടിപ്പ് പുറത്ത് കാണിച്ചതിൻ്റെ പേരിൽ അതിനെതിരെ ഇത്രയും നീചമായ രീതിയിലാണ് ഇവർ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് നടത്തിയത്. ആ കുട്ടിയുടെ ജീവിതത്തിൽ തന്നെ തകർക്കുന്ന തരത്തിൽ. എന്നാലും അത് പോലീസ് കേസായിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അങ്ങനെയെങ്കിൽ സന്തോഷം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർ അതുകൊണ്ടും നേരെയാവില്ല. ഇവർ നന്നാവാനാണെങ്കിൽ ഇവർ ഇതിന് മുന്നേ നന്നായേനെ. കാരണം കോടതി ആട്ടി വിട്ട ശേഷം ഇവർ ഇതൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പം പതിവ് പോലെ ജസ്നയുടെ ആത്മഹത്യാ നാടകത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസും കൂടി പറയാം.